ഏറ്റവും വിശ്വസനീയമായ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാത്ത സാധനങ്ങൾ വെച്ചിട്ട് ഉപയോഗപ്പെടുത്തി ആ സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. കോസ്റ്റ്യൂംസ്, ഇപ്പൊ ഇതുവരെ ഞാൻ ഇടാത്ത ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂംസ് ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ്യൂംസ് എങ്ങനെ റിഫ്രഷിംഗ് ആയിട്ട് ചിന്തിക്കാം. അപ്പൊ എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുക, ഒരു വിഷൻ ബോർഡ്. കൃഷാന്തന്റെ ഒരു പക്ക ക്ലാരിറ്റി ഉള്ള ഒരു സംവിധായകനായതുകൊണ്ട് ആ വിഷൻ പ്രോപ്പർലി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ മേക്കപ്പ് ചെയ്ത അർഷദൊക്കെ ഉണ്ട്. അർഷദ് വർക്കല എനിക്ക് നിൽക്കുന്ന അർഷദൊക്കെ കാണട്ടേല് ദിവ്യാജോക്കെയാണ് കോസ്റ്റ്യൂം. അപ്പൊ ഇവർക്കൊക്കെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി സംവിധായകൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരഞ്ജക പട്ടിണിയായിരുന്നു പാവം, സത്യം പറഞ്ഞാൽ. ഡെയിലി മുട്ട പഴം, കാരണം അതിൽ 6 pack ഒക്കെ വരുന്നത് പറഞ്ഞിട്ട് ഒരു 5 pack വരെയൊക്കെ അദ്ദേഹം എത്തിച്ചായിരുന്നു. നിങ്ങൾ അതെ ഈ സിനിമ കാണാൻ പോയ നിരഞ്ജ് മണിയമ്പഴ രാജുവിന്റെ 5 pack നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. കൈയടിക്കും. എല്ലാ ഷോട്ടിലും മുന്നേ 10 പുഷപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ ബാട്ടബിൽ കിടന്നുകൊണ്ടിരുന്നത്. പൊതുവെ നമ്മൾ ഈ ബാട്ടബിലൊക്കെ ഗേൾസിന് അങ്ങനെയല്ലേ കാണും. ഈ സിനിമയിൽ ഉടനീളം ബാട്ടബിൽ കിടക്കുന്നുണ്ട് നിരഞ്ജ്. വിമൻസ് കോളേജ്, കം ഓൺ.